കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സത്യവചനത്തെ ശരിയായി വിഭജിക്കുക എന്ന യൂട്യൂബ് ചാനൽ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 തിമോത്തി 2:15 വചനം നമ്മെ എന്തു പഠിപ്പിക്കുന്നു എന്ന വിഷയത്തിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രത്യാശ സ്വർഗത്തിലാണെന്നും അവിടെ നിത്യവാസമാണെന്നും എന്നാൽ ക്രിസ്തുവിൻ്റെ ഇസ്രായേൽ സഭയ്ക്ക് ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിലും അതിനുശേഷം ഒരുങ്ങി വരുന്ന പുത്തനാം യെരൂശലേം എന്ന നഗരത്തിലും ആണ് വാസം എന്നൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വാസം, നമ്മുടെ വാഴ്ച, നമുക്കുള്ള അവകാശങ്ങൾ, നമ്മുടെ പദവികൾ ഒക്കെയായ പ്രതിഫലത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രത്യാശ സ്വർഗമാണെന്നും, അതെ, വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും നമ്മൾ പഠിച്ചു. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ നമ്മെ ഉയർപ്പിച്ച് ജീവിച്ചിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വരുമെന്നും, അത് റോമാലേഖനം 11:25-26 വചനപ്രകാരം സ്വർഗപ്രവേശത്തിനുള്ള ജാതികളുടെ എണ്ണം എന്ന് പൂർത്തിയാകുന്നുവോ അന്നായിരിക്കും കർത്താവ് മേഘാരൂഢനായി വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. 4ാമത്തെ ക്ലാസ്സിലും 5ാമത്തെ ക്ലാസ്സിലും ആ വിഷയമാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത്. ഇങ്ങനെയായിരിക്കുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് എന്താണ് സ്വർഗത്തിൽ ലഭിക്കുന്ന പദവികൾ, പ്രതിഫലങ്ങൾ, അവകാശങ്ങൾ, യോഗ്യതകൾ എങ്ങനെയാണ്, എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ശേഷമുള്ള ക്ലാസ്സിൽ ഇസ്രായേൽ സഭയ്ക്കുള്ള, അതെ, മണവാട്ടി സഭയ്ക്കുള്ള പദവികളും പ്രതിഫലങ്ങളും അവകാശങ്ങളും യോഗ്യതകളും ഒക്കെ എന്തെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് ആരംഭമായിട്ട് 1 തെസ്സലോനിക്ക അതിൻ്റെ 4ാം അധ്യായം 13-18 വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ച് ശുശ്രൂഷ ആരംഭിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയുള്ള വരവിൽ ജീവിച്ചിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തി അതുവരെ മരിച്ചുപോയവരെയായ വ്യക്തികളുടെ ആത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഞൊടിയുടെ നേരം കൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നുള്ള വാഗ്ദത്ത വചനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടത്, നാം എടുക്കപ്പെട്ടു കർത്താവിനോട് എപ്പോഴും ഇരിക്കുമെന്നാണ്. 4:17 ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. അതിന് മാറ്റമില്ല.
എപ്പോഴും. അതിന് കാലവ്യവസ്ഥയൊന്നും വെച്ചിട്ടില്ല. ആദ്യം നമ്മെ കർത്താവ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കർത്താവിൻ്റെ ന്യായാസനത്തിലേക്കാണ്. കർത്താവിൻ്റെ ന്യായാസനത്തിലേക്കാണ് നമ്മളെ കർത്താവ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സ്വർഗത്തിൽ വസിക്കുന്ന യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. ആ യേശു അവിടെ നിന്ന് ഇറങ്ങി മേഘാരൂഢനായി കടന്നു വരികയാണ്. അവിടെ മേഘപ്രത്യക്ഷതയാണ്, ഭൂമിയിലേക്ക് വരുന്നില്ല. കർത്താവ് മേഘാരൂഢനായി വന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മേഘപ്രത്യക്ഷതയിൽ വന്ന് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ മഹനീയ സാന്നിധ്യമുള്ള ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെ ഓരോരുത്തരെയും നിർത്തി നമുക്കുള്ള പ്രതിഫലം തരികയാണ്. അത് എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 5:10 അതിൻ്റെ 1 മുതൽ 10 വരെ വായിക്കുക. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരുക്കിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. 10-ാമത്തെ വചനം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മൾ ഈ ലോക ജീവിതം കഴിഞ്ഞ് ശരീരമാകുന്ന ഈ കൂടാരം വിട്ട് സ്വർഗത്തിലെ നിത്യഭവനത്തിലേക്ക് നമ്മൾ വാസക്കാരായി പോകുമെന്നും അവിടെ വെച്ച് ആ വാസത്തിൻ്റെ മുന്നോടിയായി കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് നമ്മൾ വെളിപ്പെടേണ്ടതാണ്. അവിടെ വെച്ച് അവനവൻ ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലം ലഭിക്കുമെന്നും അത് നല്ലതാകട്ടെ തീയതാകട്ടെ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രതിഫലം, നമ്മുടെ അവകാശങ്ങൾ കർത്താവ് നിർണ്ണയിക്കുകയെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കതായ പ്രതിഫലം പറ്റുവാൻ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 4:14 കൂടി നമുക്കൊന്ന് വായിക്കാമല്ലോ. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനം ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെ നിർത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിവിടുന്ന് പോകുന്നത് ന്യായാസനം എന്ന് പറയുന്ന കർത്താവിൻ്റെ കോടതിയായ ഗ്രീക്കിൽ ബേമ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ്. അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായ വിശ്വാസികളായ ഓരോ വ്യക്തികളെയും അവർ കർത്താവ് വിളിച്ച് അവരുടെ പ്രവർത്തിക്കത്ത പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത്, കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് പ്രവർത്തിയാലല്ല. പ്രവർത്തിയാലാണ് കൃപയല്ല എന്ന് എഫേസ്യർ 2:8-9 നമ്മൾ പലവട്ടം മനസ്സിലാക്കിയത്. ഇവിടെ രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ പ്രതിഫലവും അവകാശമാണ്
ലഭിക്കുന്നത്. രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ പ്രതിഫലവും അവകാശങ്ങളുമാണ് ഇവിടെ ലഭിക്കുക. ഇപ്പം നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടാകട്ടെ, കണ്ണുകൊണ്ടാകട്ടെ, നാവുകൊണ്ടാകട്ടെ, നമ്മുടെ ഓരോ പ്രവൃത്തികളാകട്ടെ, നിരൂപണങ്ങളാലാകട്ടെ, അത് ലോകത്തോടും ദൈവത്തോടും മറ്റു മനുഷ്യരോടും സഹവാസികളോടും രാജ്യത്തോടും പ്രകൃതിയോടുമൊക്കെ ഉള്ള നമ്മുടെ ജീവിത മനോഭാവം അനുസരിച്ചാണ് നമുക്ക് വിധി കർത്താവ് തരിക. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവികമായ രീതിയിലാണോ, അല്ല എങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടമാണോ, നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണോ നമ്മൾ നിവർത്തിച്ചു പോകുന്നത് എന്നൊക്കെ അവിടെ ശോധന ചെയ്യും, പരിശോധിക്കും. അങ്ങനെ നമ്മുടെ വിധി പ്രസ്താവിക്കുന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥ, റോമാലേഖനം 2:16 വ്യവസ്ഥ പ്രകാരമായിരിക്കും. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവം യേശുക്രിസ്തു മുഖാന്തരം, പിതാവായ ദൈവം പുത്രനായ ദൈവം മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ, നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. കർത്താവിൻ്റെ ന്യായാസനത്തിലുള്ള വിധിയിൽ കർത്താവ് എടുത്തു വെക്കുന്ന വിധി പുസ്തകം കൃപയുടെ സുവിശേഷമാണ്. കൃപയുടെ സുവിശേഷ വ്യവസ്ഥ പ്രകാരം നമ്മൾ എങ്ങനെ ജീവിച്ചു, ആ വ്യവസ്ഥകൾ ഏത് രീതിയിലെല്ലാം നമ്മൾ അനുസരിച്ചു, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള മാനദണ്ഡം നോക്കിയിട്ടാണ്. കൃപയുടെ സുവിശേഷത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ് എൻ്റെ സുവിശേഷം. നമ്മൾ പഠിച്ചതാണ് പ്രവൃത്തിയുടെ പുസ്തകം 20:24. കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് എന്നെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ കൃപയുടെ സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സുവിശേഷ പ്രകാരമാണ് നമ്മുടെ വിധി പ്രഖ്യാപിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കിയല്ലോ, 1 കൊരിന്ത്യർ 14:37-38 അപ്പോസ്തലനായ പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന പോലെയാണ് എന്നും ആ കൽപ്പനകളൊക്കെ, കൃപയുടെ സുവിശേഷ വ്യവസ്ഥകളൊക്കെ അനുസരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരെ കർത്താവ് അംഗീകരിക്കുമെന്നും ആ വ്യവസ്ഥകളെ ഒന്നും അംഗീകരിക്കാത്ത, കൃപയുടെ സുവിശേഷ വ്യവസ്ഥയെ അംഗീകരിക്കാത്തവരെ കർത്താവ് അംഗീകരിക്കുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. അതായത് കർത്താവിൻ്റെ കൃപയുടെ സുവിശേഷ വ്യവസ്ഥ പ്രകാരമാണ് സ്വർഗീയ പ്രവേശനം നമുക്ക് തന്നിരിക്കുന്നത്. മറ്റ് രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിൽ സ്വർഗീയ പ്രവേശനം എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അവർക്ക് ഈ ഭൂമി അവകാശമാക്കി കൊടുക്കും, അത് ദൈവരാജ്യ അനുഭവമാണ്. അതിനുശേഷം അവർക്ക് നിത്യതയാണ്. നിത്യതയിൽ പുത്തനാം യെരൂശലേം ഞാൻ നിങ്ങൾക്കായി ഭവനം ഒരുക്കാൻ പോകുന്നു, ആ ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെ ചേർക്കേണ്ട, വീണ്ടും ചെന്നൊന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളാം എന്നുള്ള വാഗ്ദത്തം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:2-3 നമ്മൾ പഠിച്ചതാണ്. അപ്പം നമ്മുടെ ഭാവി ജീവിതം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാവി ജീവിതം സ്വർഗത്തിലും ഇസ്രായേൽ സഭയുടെ ഭാവി ജീവിതം ഈ ഭൂമിയിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ ആൾക്കാർ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, മക്കളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഗലാത്യ ലേഖനം 3:26, എഫേസ്യ ലേഖനം 5:1, ഫിലിപ്പി ലേഖനം 2:15 നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ അവകാശിയാണ് ഗലാത്യ ലേഖനം 4:7. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ് എഫേസ്യ ലേഖനം 3:6. ഈ വചനങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്ത വചനമാണ് റോമാലേഖനം 8-ാം അതിൻ്റെ 14-17 വചനങ്ങൾ. നമുക്കൊന്ന് വായിക്കാമല്ലോ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഉണ്ടോ? ഇവിടെ ഈ വചനങ്ങളിലൂടെ പറയുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ് എന്നൊക്കെ വിശദമായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുക. അങ്ങനെയുള്ള നമുക്ക് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്ന് വചനമൊക്കെ നമ്മൾ പഠിച്ചാണ്, എന്നാൽ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എഫേസ്യ ലേഖനം അതിൻ്റെ 1:3, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എഫേസ്യ ലേഖനം 1:3 രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങളാണ് നമുക്ക് വ്യവസ്ഥ ചെയ്യിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒന്നുമല്ല. എത്രയോ വചനങ്ങളെ സാക്ഷീകരിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ അവകാശക്കാരല്ല. നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. 1 തെസ്സലോനിക്കർ 4:17. കൊലോസ്യ ലേഖനം 3:1 മുതൽ 3 വരെ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് പഠിക്കാം. നമ്മൾ ക്രിസ്തുവിനോട് കൂടി എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് നമുക്ക് പഠിക്കാവുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് പിതാവിലേക്കാണ് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. പിതാവും പുത്രനും ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഇതൊരു ചിന്താ വിഷയമാണ്. നമുക്ക് ചിന്തിക്കാം. അതായത് ആവർത്തന പുസ്തകം 10:14 1 രാജാക്കന്മാർ 8:27 നെഹെമ്യാവിൻ്റെ പുസ്തകം 9:6 കർത്താവ് സ്വർഗത്തിലാണ് വസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ആവർത്തന പുസ്തകം 10:14 സ്വർഗവും സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്, അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഉള്ളതാകുന്നു. 1 രാജാക്കന്മാർ 8:27 ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും നീ അടങ്ങിയില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? അപ്പോൾ ദൈവത്തിൻ്റെ വാസം നാളെ ഭാവിയിലെ ഈ ഭൂമിയിലും ഉണ്ടായിരിക്കും, സ്വർഗത്തിലും ഉണ്ടായിരിക്കും. യേശു സ്വർഗത്തിൽ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നിത്യം വസിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിലും ദൈവരാജ്യത്തിലും ആയിരിക്കുന്നു. പുത്തനാം യെരൂശലേമിൽ, ആ ഭവനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞായി ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേം, ആ ഭവനത്തിലും ഇസ്രായേൽ സഭയോട് ചേർന്ന് കർത്താവ് നിത്യം വസിക്കുകയാണ്. ഇന്ന് കർത്താവ് ഇരിക്കുന്ന സ്ഥലം വായുമണ്ഡലം കഴിഞ്ഞു, നക്ഷത്രമണ്ഡലവും കഴിഞ്ഞ് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്നാണ് നമുക്ക് ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എഫേസ്യ ലേഖനം 2:19 നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സകല പൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിൻ്റെ ഭവനക്കാരാണ് നമ്മൾ. ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാസക്കാരാണ് നമ്മൾ. ദൈവത്തിൻ്റെ കുടുംബത്തിലെ ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ കുടുംബത്തിലെ ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. കൊലോസ്യ ലേഖനം 3:4 കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കാളിയായി തീരുന്നവർ. കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കാളിയായി തീരുന്നവരാണ് ദൈവത്തിൻ്റെ കുടുംബത്തിലെ ആൾക്കാരാണ്, അവിടുത്തെ നിത്യവാസക്കാരാണ്, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ വിശുദ്ധന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഫിലിപ്പി 3:21 നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന്. 3:21 പറയുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുക. കർത്താവിൻ്റെ അതേ ശരീരം പോലെ, കർത്താവിൻ്റെ അതേ സാദൃശ്യത്തിൽ കർത്താവ് മഹത്വപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മളെയും കർത്താവ് മഹത്വപ്പെടുത്തി അവിടുത്തെ വാസക്കാരായി തീർക്കുക എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം അനുഭവിക്കുന്നവരായി, ആ തേജസ് അനുഭവിക്കുന്നവരായി, കർത്താവിൻ്റെ സാദൃശ്യത്തോടു കൂടി നമ്മളെ ആക്കി തീർത്ത് നമ്മളെ സ്വർഗത്തിൽ വസിക്കുമാറാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വചനമാണ് യോഹന്നാൻ 5:22-27. പിതാവ് ന്യായവിധിയുടെ അധികാരം മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചു. പ്രവൃത്തിയുടെ പുസ്തകം 10:42 17:31 നമുക്കിത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ 1 കൊറിന്തോസ് 6 അതിൻ്റെ 2-3 വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? 3 വചനം, നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതിൻ്റെ സന്ദർഭങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദി സെയിൻറ്റ്സ് ഷാൽ ജഡ്ജ് ദ വേൾഡ്. മനുഷ്യരെ, അതായത് മനുഷ്യലോകത്തെ വിധിക്കുന്നവരായി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ മക്കളെ കർത്താവ് നിയമിച്ച് വെച്ചിരിക്കുക. ആ വിശുദ്ധന്മാർ തന്നെ ദൂതന്മാരെയും വിധിക്കും. ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുക, നടപ്പാക്കുക, അതിനായി സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൂതന്മാർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ ഉപയോഗിക്കുമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ കർത്താവിൻ്റെ ഭവനക്കാരായിരിക്കുമ്പോൾ കർത്താവിൻ്റെ യോഗ്യതകൾ മുഴുവൻ ആ കൂട്ടവകാശത്തിൽ പങ്കുകാരാക്കി നമ്മളെ നിത്യം അവിടെ വസിപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. എഫേസ്യ ലേഖനം 1:20-23 അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തുവിന് എന്തെല്ലാം പദവികളുണ്ടോ,
എന്തെല്ലാം അധികാരങ്ങളുണ്ടോ, സ്വർഗത്തിൽ കർത്താവ് എങ്ങനെയായിരിക്കുന്നത്, അതേ അധികാര പദവികളും അതേ വാഴ്ചയും എല്ലാം സർവ്വതും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അവകാശം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ ഭവനക്കാരാണ്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ പൗരത്വമുള്ളവരാണ്. എത്രയോ വചനങ്ങളാണ്. ഈ വിഷയം വേറൊരു ദിശയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അതിന് ആധാരമായി എടുക്കുന്ന വചനം 2 തിമോത്തി 2 അധ്യായം 10-13 വചനമാണ്. യേശുക്രിസ്തുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിനെ ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ വചനത്തെ ചില വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഈ വാഗ്ദത്ത വചനങ്ങളെല്ലാം നമുക്കുള്ളതല്ല, അത് രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിലുള്ളവർക്കാണ് എന്ന്. എന്തൊരു വിരോധാഭാസമാണ്! 2 തിമോത്തിയോസിനാണ് ഈ ലേഖനം എഴുതുന്നത്. ഏറ്റവും അവസാനം എഴുതിയ ലേഖനമാണ്, അപ്പസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞ എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി സഭയെ മുന്നോട്ട് നയിക്കാൻ തിമോത്തിയോസിനെ ഉത്തരവാദിത്തപ്പെടുത്തി തിമോത്തിയോസ് മൂപ്പന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ടതും അവർക്കുള്ള പ്രത്യാശ വചനങ്ങളാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രത്യാശ വചനങ്ങളാണ് ഇതിനകത്ത് നിറച്ചും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാതെ രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിൽ ഉള്ളവർക്കല്ല. അവർക്ക് വാഴ്ചയുള്ളൂ പോലും. നിങ്ങൾ സമർത്ഥിക്കുക, നമുക്ക് വാഴ്ചയില്ലേ? നമ്മളെപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കുമെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. നമ്മളാരും വഞ്ചിച്ചു പോകരുത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മളെ സ്ഥിരവാസക്കാരാ, പോയിട്ട് മടക്കം വരേണ്ടവരല്ല. ഞാനിങ്ങനെയൊക്കെ എൻ്റെ കൂട്ടുകാരോട് പറയും, ഈ ഭൂമിയിൽ നമ്മൾ ഒടുക്കത്തെ പോക്കാണ്. അത് മോശമായ വാക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിന് നല്ലൊരു വാക്കായിട്ട് ഞാൻ, ഈ ഭൂമിയിലേക്ക് പിന്നെ നമ്മൾ മടങ്ങി വരികയില്ല. നമ്മൾ നിത്യം സ്വർഗത്തിൽ വസിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമേ. എല്ലാ പദവികളും, സ്വർഗത്തിലെ എല്ലാ അധികാരങ്ങളും, വാഴ്ചയും, ലോകത്തെ വിധിക്കാനും ദൈവദൂതന്മാരുടെ മേൽ അധികാരവും, എന്തെല്ലാം പദവികളാണ് നോക്കണം. ദൈവത്തിനുള്ള പദവി ക്രിസ്തുവിന് കൊടുത്തു. ക്രിസ്തുവിനുള്ള പദവി, അതേ പദവി കൂട്ടവകാശി നമുക്ക് തന്നിരിക്കുകയാണ്. പിന്നെ ഒരു ചോദ്യം, ക്രിസ്തു ഇവിടെയല്ലേ വാഴുന്നത്, ഭൂമിയിലെ 1000 വർഷം? നിങ്ങൾ വായിച്ച് കേട്ടിട്ടില്ലേ? മനസ്സിലാക്കിയിട്ടില്ലേ? ഒരു കുഞ്ഞു പിള്ളേരുടെ മനോഭാവമാണ്. ക്രിസ്തുവിനെ ഒരിടത്ത് കൊണ്ട് ഇരുത്താൻ പറ്റുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ്. നമുക്കത് മുന്നോട്ട് പഠിക്കാം. അതായത് യേശുക്രിസ്തുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് ലഭിക്കും. കുറച്ച് സമയത്തേക്കാണ്, നിത്യ തേജസ്സോടെ, നിത്യമഹത്വത്തോടെ ക്രിസ്തുവിലുള്ള രക്ഷ, ക്രിസ്തുവിൻ്റെ അവകാശങ്ങൾ
ക്രിസ്തുവിൻ്റെ അധികാരങ്ങൾ, ക്രിസ്തുവിന് ലഭിച്ച മഹിമകൾ എല്ലാം നമുക്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:17-18 വചനം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. എന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിലെ കഷ്ടം അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് സഹനീയമാണ്. അതിനെല്ലാം കർത്താവ് പോക്ക് വഴിയൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. അത് ലഘുവായ കഷ്ടമാണ്. അത്യന്തം അനവധിയായ തേജത്തിൻ്റെ നിത്യഘനം, നിത്യം, അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. 18 വചനം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ കാണുന്ന ഭൂമിയും ഭൂമിയുടെ അവസ്ഥകളൊക്കെ മാറ്റം വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതേപ്പറ്റി ചിന്തിക്കാം, വിഷയമായിട്ട് വരും. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. 70, 80, 100 വയസ്സ് വരെ മാത്രം. അതിനുശേഷം ആ കാലഘട്ടത്തിലുള്ള കഷ്ടങ്ങളേ ഉള്ളൂ. ഈ കഷ്ടത്തെയൊക്കെ മഹാകഷ്ടമാക്കി ചിത്രീകരിച്ച് അവർക്കാണ് വാഴ്ചയെന്ന് പറയുമ്പോൾ നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? പ്രത്യാശയില്ലാതെ പോവുകയല്ലേ ചെയ്യുന്നത്? ഇങ്ങനെ വിശ്വാസവും പ്രത്യാശയില്ലാത്തവർ എങ്ങനെ രക്ഷിക്കപ്പെടും? ചിന്തിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? എഫേസ്യ ലേഖനം 2:6-7. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മുൻ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് സംശയമേന്യേ ഞാൻ വിശ്വസിക്കുകയും ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആരാധിച്ച് കൃപയുടെ സുവിശേഷ വ്യവസ്ഥകളുടെ അനുസരണത്തിൽ ഞാൻ മുന്നോട്ട് ജീവിക്കുമ്പോൾ കൃപയുടെ അത്യന്ത ധനം നമുക്ക് നാളെ തരികയാണ്. ഇന്ന് രക്ഷ പ്രാപിക്കാനുള്ള കൃപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ ആ അത്യന്ത ധനം വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിനും അനുഭവിക്കേണ്ടതിനും ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു. ഇതിനെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം മോനെ, മോളെ. ഇതാ അതിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനമായി, അഡ്വാൻസായി, അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നിന്റെ ഹൃദയത്തിൽ ഞാൻ തന്നിരിക്കുന്നു. മുദ്ര അടിക്കപ്പെട്ടിരിക്കുക. രജിസ്റ്റർ ഓഫീസിലെ ആധാരം പോലെ അല്ല, സ്വർഗത്തിലെ ആധാരമാണ്. സ്വർഗത്തിലെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളെ സ്വർഗത്തിൽ നിത്യം വസിച്ചുകൊള്ളാം. ഇപ്പോൾ നിന്റെ ആത്മാവിനെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ ശരീരത്തെ ഞാൻ വീണ്ടെടുക്കുവാൻ, നിന്റെ ശരീരത്തെ വീണ്ടെടുക്കുവാൻ ഞാൻ മേഘാരൂഢനായി വരും. അതിൻ്റെ അച്ചാരം അഡ്വാൻസായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുക. കൊലോസ്യ ലേഖനം 1:12. വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാരുടെ അവകാശത്തിൽ പങ്കാളിയാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാരുടെ അവകാശത്തിൽ പങ്കാളിയാകുവാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കി. 1 കൊരിന്ത്യർ 2:7.
നമ്മുടെ മഹത്വത്തിനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. ഇതെല്ലാം ലോകസ്ഥാപനത്തിനു മുമ്പേ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. എഫെസ്യ ലേഖനം 1:4 ലോകസ്ഥാപനത്തിനു മുമ്പേ യേശുക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ രക്ഷയിലേക്ക് വരുമെന്ന് കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ മനസ്സിലായി. അങ്ങനെയുള്ളവരോടാണ് റോമാലേഖനം 8:28-29 മുന്നറിഞ്ഞവരെ വിളിക്കും, വിളിച്ചവരെ നീതീകരിക്കും, നീതീകരിച്ചവരെ തേജസ്കരണം പ്രാപിക്കുവാൻ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകും. ഈ വിളിയുടെ ഒരു കാലഘട്ടമാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ വിളിക്കുകയാണ്, വാ വാ സ്വർഗ പ്രവേശത്തിന് യോഗ്യരാകുക. ഇച്ഛിച്ച് വേണ്ട വേണ്ട എന്ന് പറയുന്ന കോടി 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 ജനം. സൗജന്യമായ രക്ഷ, ഒരു പ്രവൃത്തിയും കൂടാതെ, ഒരു പ്രതിഫലവും അങ്ങോട്ട് കൊടുക്കാതെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ കാലഘട്ടമാണ് കൃപയുടെ സുവിശേഷ കാലഘട്ടമായ ഈ കൃപായുഗ കാലഘട്ടം. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം. റോമാലേഖനം 5:3-4 നമ്മൾ പഠിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും തരുന്നു. ഈ ലോകത്തിലെ കഷ്ടത ഇതാ 7 വർഷത്തെ, അതിലുപരി 3.5 വർഷത്തെ മഹാകഷ്ടമാണോ? ഇസ്രയേലിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന, യാക്കോബിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന മഹാകഷ്ടമാണോ അപ്പസ്തലനായ പൗലോസ് കഷ്ടതയെപ്പറ്റി വർണ്ണിക്കുന്നത്? അപ്പസ്തലനായ പൗലോസ് അനുഭവിച്ച കഷ്ടത ഫിലിപ്പിയർ ലേഖനം 1:29 നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ വരം ലഭിച്ചതുപോലെ കഷ്ടത അനുഭവിക്കുവാനുള്ള വരം ലഭിച്ചിരിക്കുന്നു. ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ദനങ്ങളും പരിഹാസങ്ങളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും താഴ്ചകളും വീഴ്ചകളും എല്ലാം ഉണ്ടാകാം, കഷ്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനപ്പുറം ഒരു നീതീകരണം, ശുദ്ധീകരണം, വിശുദ്ധീകരണം, രക്ഷ നമുക്കുണ്ട്. ഈ കഷ്ടങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് കർത്താവ് കൽപ്പിച്ചിരിക്കുക. കഷ്ടങ്ങൾ വന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു വർഗമല്ല. ഇരിമ്യാ പ്രവാചകന്റെ 30:7 പറഞ്ഞിരിക്കുന്ന യാക്കോബിന്റെ കഷ്ടമല്ല. അതാണ് തീ കൂടെ വലിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഓരോ ശുശ്രൂഷക്കാരും പ്രസംഗിക്കുന്നതാകണം പറിച്ചുകൊണ്ട്, ഭർത്താവായ ദൈവം നമ്മളെ തീയിൽ നിന്ന് വലിച്ചെടുത്തു. എന്ത് തീയെ? ഒരു തീയുമില്ല. നിന്റെ മനസ്സൊന്ന് മാറ്റിയാൽ, നീ കർത്താവിനെ ഒന്ന് വിശ്വസിച്ചാൽ, കർത്താവിന്റെ മരണത്തെയും അടക്കത്തെയും പുനരുദ്ധാനത്തെയും നീ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുന്ന സൗജന്യമായ രക്ഷ കാലഘട്ടം. ഇങ്ങനെയുള്ളവർക്കാണ് നിത്യ തേജസ് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിലും പരലോകത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നു, സന്തോഷം അനുഭവിക്കുന്നവരായി മാറുന്നു. ഇതൊന്നും മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ല. എല്ലാവരും വേദപണ്ഡിതന്മാരാണെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ മഹത്വത്തെക്കുറിച്ച് അറിവില്ലാതെ പോകുന്നല്ലോ ആ കഷ്ടം എന്നേ പറയാൻ സാധിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നു 2 തിമോത്തി 2:10-13 വചനമാണ് നമ്മുടെ ഇന്നത്തെ ചിന്തിക്കുന്നത്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് സന്ദർഭം. നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്ത് മരിച്ചു പോകുന്ന രക്തസാക്ഷികളുടെ കൂടെ ചേർത്തിരിക്കുകയാണ് ഈ വചനത്തെ. എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ 2-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ പൗലോസ് അനുഭവിച്ച കഷ്ടതകളെ കുറിച്ച് വിവരിക്കുന്നു. 7 വർഷത്തെ മഹാകഷ്ടം അഭിമുഖീകരിച്ച് അതിന് വിജയിച്ച് കടന്നുപോയത് പൗലോസിനെ പറ്റിയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്.
7 വർഷത്തെ മഹാകഷ്ടകാലം ഇവിടെ വന്നുവോ? റൈറ്റ് ഡിവിഷൻ പഠിപ്പിക്കുന്നു. എന്ത് റൈറ്റ് ഡിവിഷൻ? കുറ്റപ്പെടുത്തുകയല്ല, വേദനയോടെ. എത്ര ആത്മാക്കളെയാണ് കെടുത്തിക്കളയുന്നത്, എത്ര വ്യക്തികളെയാണ് നാശത്തിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്നു, അവർ പ്രത്യാശയെ കെടുത്തിക്കളയുന്നു, ദൈവത്തോടുള്ള സ്നേഹത്തെ അവർ കെടുത്തിക്കളയുക. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓരോ വ്യക്തികളും പറയുന്ന വാക്കുകളെയാണ് അവരിങ്ങനെ പറയുന്നു, അവരിങ്ങനെ പറയുന്നു. അവരെന്ന് പറയുന്നതാണോ കേൾക്കേണ്ടത്? എൻ്റെ തോന്നലാണോ ഞാനിവിടെ പ്രസംഗിക്കേണ്ടത്? എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാടാണോ ഞാനിവിടെ വിശദീകരിക്കേണ്ടത്? എൻ്റെ വിശ്വാസമാണോ ഞാനിവിടെ പറയേണ്ടത്? എൻ്റെ തോന്നലും എൻ്റെ വിശ്വാസവും എൻ്റെ മനസ്സും ഒന്നും അല്ല ഇവിടെ. ക്രിസ്തുവിൻ്റെ വചനത്തെയാണ് ഇവിടെ ശുശ്രൂഷിക്കേണ്ടത്. അതാണ് പഠിപ്പിക്കേണ്ടത്. വചനം എന്ത് പറയുന്നു? ബെരോബായിലെ ജനങ്ങളെ അപ്പസ്തോലപ്രവർത്തനം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അപ്പസ്തോലനായ പൗലോസിലൂടെ സുവിശേഷം കേട്ടപ്പോൾ തിരുവെഴുത്തുകളെ പരിശോധിച്ച് ശരിയോ തെറ്റോ എന്ന്. ഇവിടെ വാഴ്ച രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കൊന്നും ഇല്ലേ? സ്വർഗത്തിൽ എവിടെയോ കൊണ്ട് ഗ്ലാസ് കൂടാരത്തിൽ കൊണ്ട് ആക്കിയേക്കുകയാണോ? പാവയെ പോലെ ഇരുത്തുകയാണോ ചെയ്യുന്നത്? ചിന്തിക്കണമേ. റോമാലേഖനം 6:8 നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. തിമോഥെയോസിന്റെ 2:12-13 നമ്മൾ കണ്ടു. നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ഈ മരണം ഏത് മരണമാണെന്ന് പോലും തിരിച്ചറിയില്ല. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 3 മുതൽ നമുക്കൊന്ന് വായിക്കാമല്ലോ. നേരത്തെ വായിക്കാമെന്ന് പറഞ്ഞതാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരുകയാണ്. നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചടക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിനെ അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. മനസ്സിലായോ? കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന ഞാൻ, അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമേറ്റ ഞാൻ, കർത്താവ് മരിച്ചതുപോലെ ഞാൻ മരിച്ചു, കർത്താവ് അടക്കപ്പെട്ടതുപോലെ ഞാൻ അടക്കപ്പെട്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് പോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, കർത്താവ് സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ അടുത്തിരിക്കുന്നത് പോലെ ഞാനും സ്വർഗത്തിൻ്റെ ഒരു മേഖലയിൽ ആയിരിക്കുന്നു. എന്നെ സ്വർഗത്തിൽ എഫെസ്യർ 2:6 എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. കുറച്ചു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതാണ് വിഷയം. ഇങ്ങനെയായ നമ്മൾ അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഉള്ളിലില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പദ്ധതിയും
ഭൂമിയുടെ പദ്ധതിയും മുഴുവൻ അറിയാവുന്നവനാണ് സാത്താൻ. ഇപ്പോഴേ കർത്താവിൻ്റെ 2 പദ്ധതികളും മുഴുവനായി മനസ്സിലാക്കിയ അറിവുള്ളവനാണ് സാത്താൻ. ആ അറിവുകൊണ്ട് സാത്താൻ നീതീകരിക്കപ്പെടുമോ? വലിയൊരു ചോദ്യമാണ്. ആ അറിവുകൊണ്ട് സാത്താൻ നീതീകരിക്കപ്പെടുന്നെങ്കിൽ ഇങ്ങനെ അറിയുകയും പറയുകയും ചെയ്യുന്നവർ വിശ്വാസവും പ്രത്യാശയില്ലെങ്കിൽ എങ്ങനെ നീതീകരിക്കപ്പെടും? എന്നെ കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കണമേ. കൊളോസ്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 2-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയ അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ ഈ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വചനം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആത്മാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു. ഇനി കർത്താവ് ഈ ശരീരത്തിലിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകാൻ വരും. 3:3-4 കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-4. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. എവിടെയാ മറിഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ, സ്വർഗത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് മഹത്വം തരും, തേജസ് തരും. അങ്ങനെ നമ്മൾ തേജസ്സിൽ വെളിപ്പെട്ടവരായി മാറും. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അടുത്ത വചനം, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. റോമർ 8:17 അതിൻ്റെ അവസാനം നമ്മൾ വായിച്ചതാണ്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നാം ക്രിസ്തുവിനോടൊപ്പം തേജസ്കരണം അനുഭവിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ കഷ്ടതകൾ നമ്മൾ അനുഭവിക്കണം. കഷ്ടതയെപ്പറ്റി നേരത്തെ നമ്മൾ വചനത്തിൻ്റെ വ്യവസ്ഥയിലാക്കി പഠിച്ചു. റോമാലേഖനം 5:3-4 കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ പങ്കം വരുന്നില്ല. ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചാലും സ്വർഗത്തിലെ നമ്മുടെ പ്രത്യാശയ്ക്ക് തടസ്സമില്ല. ഇവിടെ കഷ്ടം അനുഭവിച്ചുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാതിരിക്കുകയില്ല. നമ്മുടെ പ്രത്യാശ. റോമാ 5:17 കൃപയുടെ സമൃദ്ധി പ്രാപിക്കുന്നവർ യേശു ക്രിസ്തു മൂലം ജീവനിൽ വാഴൂ. ഇത് രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയാണോ? വാഴ്ച. അവരല്ലേ രാജാക്കന്മാർ, നമ്മൾ രാജാക്കന്മാരല്ല, അവർ രാജ്യപുരോഹിത വർഗമല്ലേ. ഇവിടെ രാജീയ പുരോഹിത വർഗമാണെന്ന് നമ്മൾ പറയുന്നില്ല, അത് അവരാണ്. എന്നാൽ സ്വർഗത്തിൽ വാഴ്ചയില്ലേ നമുക്കില്ലേ? ക്രിസ്തുവിനോടുകൂടി നിത്യം ശവിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യരുത്, ശവിക്കപ്പെട്ടവരായി മാറരുത്. കൃപയുടെ സമൃദ്ധി പ്രാപിക്കുന്നവർ യേശു ക്രിസ്തു മൂലം ജീവനിൽ വാഴും. ഫിലിപ്പിയർ 1:29 നേരത്തെ വായിച്ചതാണ്, നമ്മൾ പറഞ്ഞതാണ്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഈ ഫിലിപ്പി ലേഖനവും റോമാലേഖനവും തെസലോനിക്ക ലേഖനവും തിമോത്തിയോസിന് എഴുതിയ ലേഖനവും എല്ലാം രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയാണോ? എന്ത് റൈറ്റ് ഡിവിഷൻ പഠിപ്പിക്കലാണ്.
2 കൊരിന്ത്യർ 4:17. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. ഹല്ലേലൂയ. കൃപയുടെ സുവിശേഷത്തിൽ കഷ്ടം സഹിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാൽ വാക്കല്ല ഇവിടെ ഉള്ളത് കേട്ടോ. രക്ഷിക്കപ്പെട്ട വ്യക്തി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ മഹത്വം, പ്രതിഫലം അവനോടുകൂടെ സ്വർഗത്തിൽ നിത്യം വാഴുവാനുള്ള അവകാശവും ലഭിക്കും. അടുത്ത വിഷയം, 4-ാമത്തെ വിഷയം, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ഭയങ്കര ഒരു വിഷയമാണിത്. ഇവിടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുക എന്ന കാര്യമല്ല എന്ന്, രക്ഷയുടെ സുഖവും സന്തോഷവുമായ പ്രതിഫലങ്ങൾ, അവകാശങ്ങൾ ലഭിക്കാതെ പോകും എന്നാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണമേ. രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നല്ല, രക്ഷയുടെ സുഖവും സന്തോഷവും, അവിടുത്തെ ആനന്ദം, മഹത്വം ഒക്കെ കുറഞ്ഞു പോകും. വാഴ്ചയൊന്നും ഉണ്ടാകുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കുക. പ്രതിഫലങ്ങൾ, അവകാശങ്ങൾ ലഭിക്കാതെ പോകും എന്നാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കതായ പ്രതിഫലം പറ്റുവാൻ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ 5:10 നമ്മൾ പഠിച്ചു. ഇവിടെ 10-ാം വചനത്തില് അപ്പസ്തോലന്റെ മനസ്സും ആഗ്രഹവും നമുക്ക് കാണുവാൻ സാധിക്കുക. ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കണം എന്നാണ്. ക്രിസ്തുയേശുവിലുള്ള രക്ഷ, ആ രക്ഷയുടെ സുഖം, സന്തോഷം, ആശ്വാസം, നിത്യവും, അത് നിത്യ തേജസ്സോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ലഭിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസിന്റെ മനസ്സാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. സ്വർഗത്തിൽ അവകാശികളായി തീർന്നവർ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയുമെന്നാണോ? സൗജന്യമായി രക്ഷ പ്രാപിച്ച് സ്വർഗപ്രവേശനം ലഭിച്ചവർ അവരെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയുമെന്നാണോ 2 കൊരിന്ത്യർ 5:10 നമ്മളെ പഠിപ്പിച്ചത്? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെ അതിനും കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും, എങ്കിലും അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീ കൂടെ എന്ന പോലെ. ഇവിടെ തീയെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രക്ഷപ്പെടാൻ വേണ്ടി തീ കൂടെ കടക്കണ്ട, പ്രതിഫലം പറ്റുവാൻ തീ കൂടെ കടക്കണം. ഇവിടെ തീ എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിലുമാണ് വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞ തീ മഹാഘട്ടത്തിൻ്റെ തീ എന്ന് പറഞ്ഞു. ഇവിടുത്തെ തീ വചനമാണ്. വചനമാണ് തീ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:29 അതിൻ്റെ 5:14 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 23:29 വായിക്കാം. യിരെമ്യാ പ്രവാചകൻ: എൻ്റെ വചനം തീ പോലെയും
പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ വചനം തീ പോലെ. നമ്മുടെ വചനം ഏതാ? കൃപയുടെ സുവിശേഷം. റോമാ 2:16 നമ്മൾ പഠിച്ചല്ലോ. എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. പഠിച്ചില്ലേ? എൻ്റെ സുവിശേഷം കൃപയുടെ സുവിശേഷം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. കൃപയുടെ സുവിശേഷ വചനങ്ങളുടെ വ്യവസ്ഥയനുസരിച്ചായിരിക്കും നമ്മുടെ വിധി നടപ്പാക്കുക. കൃപയുടെ സുവിശേഷത്തിൽ ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞതും അരുതേ അരുതേ എന്ന് പറഞ്ഞതും ആ വ്യവസ്ഥയിൽ പാലിച്ച് മുന്നേറുന്ന വ്യക്തി നമുക്ക് സുവിശേഷം പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെയാണ് ഏറ്റവും അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 4:16 അതിന് 1 കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിനെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എനിക്ക് അനുകാരിയാകാൻ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ കൃപയുടെ സുവിശേഷ വ്യവസ്ഥ പരിഗണനയ്ക്ക് വരുമ്പോൾ അത് തീ പോലെ ആ വചനം നമ്മൾ എവിടെ നിൽക്കും? നമ്മുടെ പ്രതിഫലം എന്തേ? നമ്മുടെ അവകാശങ്ങൾ എന്തേ? നമ്മുടെ മഹിമ എന്തേ? നമ്മൾ എത്രത്തോളം വായിച്ചു, എത്രത്തോളം മഹിമ കിട്ടും? മനസ്സിലാക്കണമേ. ക്രിസ്തു തീയക്കെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിശോധന, കൃപയുടെ സുവിശേഷ വ്യവസ്ഥയുള്ള വെച്ചുള്ള പരിശോധന, ആ തീയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങൾ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. ഇതിനെയൊക്കെ എല്ലാവരും കളിയാക്കുക. പൗലോസിൻ്റെ സുവിശേഷമല്ലേ, കർത്താവിൻ്റെ സുവിശേഷമല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അവസാനത്തിൽ പറഞ്ഞത് നേരത്തെയും പറഞ്ഞു. അത് സത്യവേദ പുസ്തകത്തിലൊക്കെ വ്യത്യസ്തമായിട്ടാണ്, മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന് കൊടുത്ത കൽപ്പനയെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന പോലായിട്ടാണ് എന്നും അതെല്ലാവരും അംഗീകരിക്കണമെന്നും അത് അംഗീകരിക്കാത്തവരെ കർത്താവ് അംഗീകരിക്കുകയില്ല എന്നും പറഞ്ഞ വചനം ഒരു വാൾ പോലെ നമ്മുടെ മേലെ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണമേ. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ക്രിസ്തുവിൻ്റെ രക്ഷ മാത്രം മതി, പ്രവൃത്തിയൊന്നും വേണ്ടെന്നേ. രക്ഷപ്പെടാൻ നിങ്ങളുടെ പ്രവൃത്തി ആരും ചോദിച്ചില്ല, കർത്താവ് ചോദിച്ചിട്ടില്ല. ഞാൻ സൗജന്യമായി നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രായശ്ചിത്തം ചെയ്തു ഗോൽഗോഥാ മലയിൽ. ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിങ്ങളെ ഞാൻ വിമോചിപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ, കർത്താവിൻ്റെ വാക്കുകൾ. രക്ഷിക്കപ്പെടാൻ ഒരു പ്രവൃത്തിയും ആവശ്യപ്പെടുന്നില്ല കർത്താവ്. രക്ഷയുടെ സുഖവും സന്തോഷവും ലഭിക്കുവാൻ കർത്താവിൻ്റെ സ്നേഹപ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കണമേ. അതായത് ചെറിയൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. 5, 8, 9 ഒക്കെ പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് ഒരു സ്കൂളിൽ 200 കുട്ടികൾ പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക. റിസൾട്ട് വരുമ്പോൾ 10 A+ കിട്ടിയവർ, 9 A+ കിട്ടിയവർ, 1 A+ കിട്ടിയവർ വരെ ഉണ്ടാകാം, തോറ്റുപോയവരും ഉണ്ടാകാം. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൽ തീയതായത് മുഴുവൻ ചെയ്തതെങ്കിൽ അവന് സ്വർഗം കിട്ടും. അവൻ തള്ളപ്പെട്ടു പോകുകയില്ല എങ്കിലും അവൻ സ്വർഗത്തിൻ്റെ മഹത്വം, അവകാശം, അധികാരം, മഹിമയിലെല്ലാം തള്ളപ്പെട്ടവനായി മാറി നിൽക്കും. ഈ തോറ്റ കുട്ടിയെ ഡിസ്മിസ് ചെയ്യുന്നില്ല. അടുത്ത വർഷവും ആ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക. എന്നെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സ്വർഗം നഷ്ടപ്പെടുകയല്ല.
ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് നിന്ന് അന്ന് സ്റ്റാർ വാങ്ങാൻ കിട്ടുകയില്ലായിരുന്നു, ഉണ്ടാക്കണമായിരുന്നു. മുളക്കീറ് കൊണ്ടോ മടലിൻ്റെ പുറം പാളിയൊക്കെ എടുത്തിട്ട് 5 മൂലയുള്ള സ്റ്റാറാക്കി വ്യത്യസ്ത വർണ്ണക്കടലാസുകളൊക്കെ ഒട്ടിച്ച് അതിൻ്റെ മധ്യത്തിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണം വെച്ചിട്ട് ഒരു പാട്ടവിളക്ക്, മണ്ണെണ്ണ പാട്ടവിളക്ക് വെക്കുമായിരുന്നു. ആ പാട്ടവിളക്ക് ഇരിക്കുന്ന സ്ഥലത്തെ ആ പേപ്പർ എന്ത് ശോഭയോടെയാണ് തെളിഞ്ഞു കാണുന്നത്. 5 മൂലയിലോ ഇരുണ്ട അവസ്ഥ. നമ്മൾ സ്വർഗത്തിലാണെങ്കിലും മഹത്വം കുറഞ്ഞ്, പ്രതിഫലം കുറഞ്ഞ്, അവകാശം കുറഞ്ഞ് മൂലയ്ക്കിരിക്കാൻ ഇരിക്കേണ്ടവരല്ല എന്ന് മനസ്സിലാക്കി സുവിശേഷ വ്യവസ്ഥ, കൃപയുടെ സുവിശേഷ വ്യവസ്ഥയിൽ നമ്മളോട് അനുസരിക്കാൻ പറഞ്ഞ കാര്യം അനുസരിക്കുകയും ആരെയെന്ന് പ്രകാരം അനുസരിക്കാതിരിക്കുകയും ചെയ്ത് അതിൻ്റെ ശതമാനത്തിനനുസരിച്ചാണ് നമ്മുടെ സ്വർഗത്തിലെ പദവി എന്ന് മനസ്സിലാക്കണമേ. സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ അത് ദൈവകൃത പ്രകാരമുള്ള പ്രവർത്തികളാണ്. പുല്ല്, മരം, വൈക്കോൽ അത് ദൈവഹിത പ്രകാരമുള്ള പ്രവർത്തികളല്ല. അങ്ങനെ ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി ചെയ്യാത്തവർ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോ വ്യക്തിയുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഇന്ന് ബലിയർപ്പണം നടത്തിക്കൊണ്ടിരിക്കുക, പാപപരിഹാര ബലി നടത്തിക്കൊണ്ടിരിക്കുക, ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ലേ? കർത്താവിൻ്റെ ബലിയർപ്പണത്തിൽ പൂർത്തിയായും വന്നില്ലേ? ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ബലിയർപ്പണം കൂടെ വേണോ? എബ്രായ ലേഖനം 8:9-10 നിത്യപുരോഹിതനായ യേശു ക്രിസ്തു ഒറ്റ ബലിയർപ്പണം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നീതീകരണവും ശുദ്ധീകരണവും തന്നിരിക്കുകയാണ്, നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? അതുപോലെ നമ്മുടെ പാപപ്രവണതകൾ, ജഡപ്രവണതകൾ, ഓരോരോ മോശമായ വാക്കുകൾ, ഞാൻ പറഞ്ഞില്ലേ, പരസ്പരം ഞാൻ എന്നെ തന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയോ സഹോദരങ്ങളെയോ സഭാമക്കളെയോ അയൽവക്കക്കാരെയോ നാട്ടുകാരെയോ രാജ്യത്തിൻ്റെ വ്യവസ്ഥയോ പ്രകൃതിയുടെ നിബന്ധനകളെയോ എന്നെല്ലാം നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മൾ ചപ്പും ചവറുമായി തീരാതെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവം, എല്ലാവരെയും കരുതുവാൻ പഠിപ്പിച്ച ദൈവം, ഞാൻ എൻ്റെ ജഡത്തെ വിശുദ്ധീകരിച്ച് എത്ര മസിൽ പിടിച്ചാലും പാപം വന്നു പോവുകയാണ്. നമുക്ക് തന്നിരുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ച് മുന്നേറണമേ. പ്രിയമുള്ളവരെ, കൃപയുടെ സുവിശേഷ വ്യവസ്ഥകൾ പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല. വേറൊരു വിഷയത്തിലേക്കും നമ്മൾ പോവുകയാണ്. നമ്മുടെ പാപപ്രവണതകൾ, ജഡപ്രവണതകൾ, ഇങ്ങനെയുള്ളൊരു വാക്ക് ഉപയോഗിച്ചാൽ അയ്യോ അത് ന്യായപ്രമാണമാണ്, മിണ്ടിപ്പോകരുത്, അങ്ങനെ മിണ്ടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നവരുണ്ട്. സഹോദരങ്ങളെ, അവരുടെയൊക്കെ ഉപദേശം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണമേ. കൃപയുടെ സുവിശേഷം, അതിലെ വ്യവസ്ഥകൾ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ? പാപം ചെയ്താൽ പാപം വിമോചകനായ യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തയുള്ള ആ ക്രൂശ് മരണത്താൽ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ പാപം കർത്താവ് കണക്കിടുന്നില്ല. നമ്മുടെ ആരുടെയും പ്രവൃത്തിയും കൂടാതെ ക്ഷമിച്ചിരിക്കുന്നു. 100% ഉറപ്പാണ്, 101% ഉറപ്പാണ്, സത്യമാണ് എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും ചെയ്ത് ജീവിക്കാമെന്നാണോ? ഇങ്ങനെയുള്ളവർക്ക് രക്ഷ നഷ്ടപ്പെടുകയില്ല. എന്നാൽ രക്ഷയുടെ സന്തോഷം, സുഖം സ്വർഗത്തിൽ കെടുത്തിക്കളയും നമ്മൾ ഓരോരുത്തരും അവനവൻ ലജ്ജിക്കപ്പെടേണ്ടി വരും. നിത്യവും കുറച്ചു കാലഘട്ടത്തേക്കല്ല, നിത്യവും ലജ്ജ അനുഭവിച്ചിട്ട് ജീവിക്കേണ്ടി വരും. അതിന് കാരണക്കാരൻ കർത്താവല്ല, സഭയുമല്ല, അവരവർ ഓരോരുത്തരുമായിരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണമേ. നമുക്ക് വചനത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യർ 6:9-10 വചനം.
അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. തുറന്നെടുപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷാഗാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഓ, കർത്താവ് ഗാഗുൽത്താമലയിൽ പിടഞ്ഞു മരിച്ചത് വെറുതെ ആയിപ്പോയോ? ദൈവരാജ്യത്തിൽ അവകാശം ലഭിക്കുകയില്ലെന്നാ. ദൈവരാജ്യത്തിൽ പോകൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറിൻ്റെ 5 മൂലയിൽ ഇരിക്കുന്ന പോലെ പോയി ഇരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗലാത്യ ലേഖനം അതിൻ്റെ 5:19, 21 വലിയ നീണ്ട പട്ടിക പറഞ്ഞിരിക്കുക അവിടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെ. ജഡത്തിൻ്റെ പ്രവർത്തികൾ: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിപ്പാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്കും വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്ന വചനങ്ങൾ. ഈ ജഡം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വചനം കൂടി വായിക്കാം. എഫേസ്യ ലേഖനം 5:5. എഫേസ്യ ലേഖനം 5:5 ഇങ്ങനെ പറയുന്നു: ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധനായ, ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. രാജ്യത്തിൽ പോകും, അവകാശം ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമുക്ക് മനുഷ്യൻ്റെ പാപപ്രവണതകളെയാണ് കാണുവാൻ സാധിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ? ഈ ജഡം ന്യായപ്രമാണമല്ല. അങ്ങനെ പഠിപ്പിക്കുക. ജഡമെന്ന് എവിടെ ഒരു വാക്ക് കണ്ടോ അവിടെ പറയും ന്യായപ്രമാണം, ശപിക്കപ്പെട്ടവൻ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ അത് ജഡം സമം ന്യായപ്രമാണമല്ല. ജഡം സമം മനുഷ്യന്റെ ശരീരം തന്നെ. 6:8 ഗലാത്യ 6:8. ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. തന്നെ ന്യായപ്രമാണത്തിൽ വിതയ്ക്കുന്നവൻ ന്യായപ്രമാണത്തിൽ നിന്ന് നാശം കൊയ്യുമെന്നാണോ? ആണോ? പരിശോധിക്കണ്ടേ? രക്ഷിക്കപ്പെട്ട വ്യക്തി പാപപ്രവണതയിലൂടെ ജീവിക്കുമ്പോൾ അത് വിതയ്ക്കുക. രക്ഷിക്കപ്പെട്ട വ്യക്തി പാപപ്രവണതകളിലൂടെ ജീവിക്കുമ്പോൾ വിതയ്ക്കുക. പ്രതിഫല നഷ്ടം, അവകാശമില്ലായ്മ, ദൈവത്തെ തേജസ്സിൻ്റെ കുറവ് അല്ലെങ്കിൽ ലഭിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥ കൊയ്ത്തായും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാപം ചെയ്ത് മുന്നോട്ട് പോയാൽ അതിൻ്റെ പരിണിതഫലം അവകാശം നഷ്ടപ്പെട്ടു പോകുമേ. സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്നല്ല. നമ്മുടെ ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പാപപ്രവർത്തികൾ അത് ന്യായപ്രമാണമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ന്യായപ്രമാണത്തെ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമുണ്ട്, പാവാവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ അവസ്ഥകളുണ്ട്. അതായത് ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് നല്ല പ്രതിഫലം, അവകാശങ്ങൾ, ദൈവതേജസ് ലഭിക്കുന്നു. അവിടെ കൊയ്ത്ത് നടക്കുക. നമ്മൾ ആ ജഡപ്രവണതകളും ആത്മാവിൻ്റെ പ്രവണതകളും നമ്മളിപ്പോൾ പഠിച്ചു, ഫലങ്ങളും പഠിച്ചു, വായിച്ചു, മനസ്സിലാക്കി. ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് നല്ല പ്രതിഫലം, അവകാശങ്ങൾ, ദൈവതേജസ് ലഭിക്കുന്നു. കൊയ്ത്ത് നടക്കുകയാണ്.
പാപത്തിൽ ജീവിച്ചു പോയവൻ അവിടെയും കൊയ്ത്ത് നടക്കുകയാണ്. നാശം. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? നന്മ വിതച്ചാൽ നന്മയെ കൊയ്യാം, തിന്മ വിതച്ചാൽ തിന്മ കൊയ്യാം. ഇവിടെ ഒന്നും ദൈവം ഇടപെടാൻ വരുന്നില്ല. ദൈവം നമ്മളെ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് പോയി ഇരിക്കുക. നന്മ വിതച്ചാൽ നന്മ കൊയ്യാം, തിന്മ വിതച്ചാൽ തിന്മ കൊയ്യാം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കളയുടെ വിത്ത് വിതച്ചാൽ കളയുടെ ഫലം ലഭിക്കും. നല്ല വിത്ത് വിതച്ചാൽ, അത് ഗോതമ്പാകട്ടെ നെല്ലാകട്ടെ എന്തായിക്കോട്ടെ, നല്ല വിത്ത് വിതച്ചാൽ നല്ല ഫലം ലഭിക്കും. 1 കൊരിന്ത്യർ 4:5 അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. നമ്മുടെ ഹൃദയ വിചാരങ്ങളിലൂടെയൊക്കെ വന്നുപോയ ആ വിതയുണ്ടോ? ഏത് വിതയാ? നല്ലതാണോ വിതച്ചത്, മോശമാണോ വിതച്ചത്? നമ്മുടെ കയ്യിരിപ്പ്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കാഴ്ച, നമ്മുടെ സംസാരം, നമ്മുടെ ആഗ്രഹങ്ങൾ, പാവത്തോടാണോ കൂടുതൽ ആഗ്രഹം? ഇതെല്ലാം പരിശോധിക്കുന്ന സ്ഥലമാണ് കർത്താവിൻ്റെ ന്യായാസനം. കർത്താവ് ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. 1 കൊരിന്ത്യർ 3:14-15 നമ്മൾ മനസ്സിലാക്കിയതാണ്. നല്ല പ്രവൃത്തിക്ക് പ്രതിഫലം ലഭിക്കും. ചിലരുടെ പ്രവൃത്തികൾ കത്തി നശിച്ചാൽ അവർക്ക് പ്രതിഫലം നഷ്ടമാകും. എങ്കിലും തീയിൽ കൂടെ എന്ന പോലെ അവർ രക്ഷിക്കപ്പെടും. നോക്കണമേ, തീ കൂടെ പരിശോധന ചെയ്തിട്ടും സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെടുകയില്ല, അവിടെ ഇരുത്തും. തോറ്റുപോയ വ്യക്തി ഇരിക്കുന്ന പോലെ നിത്യം അവിടെ ഇരിക്കേണ്ടി വരും. അവിടുന്ന് പിന്നെ പ്രവേശനമില്ല. പിന്നെ അടുത്ത വർഷം പരീക്ഷ എഴുതിക്കൾ ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ഉയരാമെന്ന് വിചാരിച്ചാൽ ഇതിവിടെ നടക്കുകയില്ല. അവിടെ ഇരുന്ന് ചെറിയ ഉദാഹരണം കൂടെ പറയുകയാണ്. നമ്മളെ ഒരു 100 പേരെ കല്യാണത്തിന് ഒരാൾ വിളിച്ചു. നമ്മൾ 100 പേരും കൃത്യസമയത്ത് ചെന്നു. വിളിച്ചയാൾ നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു, കുടിക്കാൻ ഇരിക്കാൻ ഒക്കെ കൊടുക്കുന്നു. ഒരു 5 പേരുണ്ട്. 5 പേരോട് യാതൊരു മൈൻഡും ഇല്ല, ഒരു സ്വാഗതം കിട്ടിയില്ല, വെള്ളം കുടിക്കാൻ വേണമെന്ന് ചോദിച്ചില്ല, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇരുത്തുകയില്ല. ആ 5 പേരുടെ മനോഭാവം എന്തായിരിക്കും? എന്തിനാണ് ഇവിടെ വന്നത്? പുറത്ത് പോകാവോ പോകാതിരിക്കാവോ? ഭക്ഷണം കഴിക്കാവോ കഴിക്കാതിരിക്കാവോ? ഇതുപോലെ കർത്താവ് നമ്മളെ മാനിക്കാത്ത അവസ്ഥ ഉണ്ടാകാം. അവിടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മഹിമയൊന്നുമില്ല. വലിയ ഡിഗ്രി, PhD ബിരുദാനന്തര ബിരുദം എടുത്ത ആള് ഒരു പദവി ഇല്ലെങ്കിൽ എന്ത് വില? കർത്താവിൻ്റെ പദവി, കർത്താവിൻ്റെ കൂട്ടവകാശിയായിരുന്നുണ്ട്. ലോകത്തെയും ദൂതന്മാരെയും വാണുകൊണ്ട് നിത്യം ശോഭിച്ച് സ്വർഗത്തിൽ ഇരിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അത് നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം. ഇത് ന്യായപ്രമാണ കൽപ്പനകൾ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് രക്ഷ പ്രാപിക്കുന്ന ഇസ്രായേൽ സഭയുടെ പ്രത്യാശയോ ജീവിതവും അല്ല. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രത്യാശയാണ്. അതിൻ്റെതായ വ്യവസ്ഥകളാണ് നമ്മളിപ്പോൾ പഠിച്ചു. ജഡൻ ന്യായപ്രമാണമല്ല, ഫ്ലഷ് ആണ്, അത് ജഡമാണ്. ദി ഫ്ലഷ് ഹിയർ ഈസ് നോട്ട് ദി ലോ. ജഡൻ ന്യായപ്രമാണമല്ല. ദി ഫ്ലഷ് ഹിയർ ഈസ് നോട്ട് ദി ലോ. നമ്മുടെ ശരീരം ന്യായപ്രമാണമാണ്. ജഡത്തെ ശരീരമായും പാപ സ്വഭാവമായും വീണ്ടും പറയുകയാണ്. ന്യായപ്രമാണ പ്രവൃത്തികളെ ആശ്രയിക്കുന്ന മനുഷ്യനായും പരിശോധന പോലെയുള്ള പ്രവൃത്തികളെയൊക്കെ ആശ്രയിക്കുന്ന മനുഷ്യനെയും ഉദാഹരിച്ച് ജഡമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ജഡം എന്ന് പറയുന്നതല്ല, ന്യായപ്രമാണമല്ല. റോമാലേഖനം 7-8 നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജഡവും ആത്മാവും ന്യായപ്രമാണവും ആത്മാവുമാണോ?
മനുഷ്യ, നിന്റെ ജഡം, നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. ഒരു മനുഷ്യന്റെ പുറമേയുള്ള ശരീരത്തെയും അകമേയുള്ള ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതല്ലേ? മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലേ? പുറമേയുള്ള മനുഷ്യന്റെ സ്വഭാവ പ്രവണതകളിൽ പാപാവസ്ഥകളും അകമയുള്ള മനുഷ്യന്റെ സ്വഭാവ പ്രവണതകളുമായ ഫലങ്ങളും അങ്ങനെ ആയ കാര്യങ്ങളാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിലും കൊരിന്തോസ് ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും പഠിച്ച അങ്ങനെ എത്രയോ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ നമ്മുടെ പാപപ്രവണതകളെ ഉള്ളിലുള്ള ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കണം. നമ്മുടെ ജഡമനുഷ്യൻ പാപമംഗലമായ ജഡത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ പാപത്തിലേക്ക് ചാഞ്ഞപ്പെട്ടവരാണ്. പാവിയുടെ മധ്യയാണ് ജീവിക്കുന്നത്. പാപം നമ്മളിൽ കർത്തൃത്വം നടത്തും. അത് നടത്താതിരിക്കാൻ വേണ്ടി കുതിരയുടെ നിയന്ത്രിക്കാൻ വേണ്ടി, കുതിരയുടെ ശക്തി എന്തൊരു ഭയങ്കര ശക്തിയാണ്. ഒരു കടിഞ്ഞാൻ പോലെ ഇട്ട് കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിലുള്ള ചരടിന്മേൽ അവനെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ജഡത്തെ, നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, കാഴ്ചകളെ, നമ്മുടെ മോഭാവ ഇഷ്ടങ്ങളെ എല്ലാം കടിഞ്ഞാണിട്ട് ഗോദ്രേജ് പൂട്ടോ, എന്ത് പൂട്ടാ, ഏറ്റവും വലിയ പൂട്ടണം. ഇങ്ങനെയുള്ളവർ നല്ല പ്രതിഫലം, അവകാശങ്ങൾ, അധികാരങ്ങൾ മഹിമ ലഭിക്കും. അടുത്തത് 5-ാമത്തെ വിഷയം കൂടെ പറഞ്ഞ് 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തരായി പാർക്കുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവത്തിനോ വാഗ്ദാനങ്ങൾക്കോ ന്യായവിധികൾക്കോ മാറ്റം വരുത്തിയില്ല. അവൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും വിധി. ഞാൻ പറഞ്ഞില്ലേ, വിധിവാചക പുസ്തകം, കോടതി, നിയമാവലി കൃപയുടെ സുവിശേഷമാണ്. റോമ 2:6 അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. രക്ഷിക്കപ്പെട്ട മനുഷ്യനോടാണ് ഇത് പറയുന്നത്. മനുഷ്യ, നീ ചെയ്ത ഓരോ പ്രവൃത്തിക്കും നിനക്ക് നല്ല പ്രതിഫലം തരും. നല്ല പ്രതിഫലമല്ല, തക്ക പ്രതിഫലം. മോശമായതിന്, നല്ലതിന് അനുഗ്രഹവും. എന്താ പറയേണ്ടത്? നല്ലത് ചെയ്ത്, നല്ലത് ചിന്തിച്ച്, നല്ലത് വിചാരിച്ച്, നല്ലത് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ഉള്ളത്തിൽ തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൃപയുടെ സുവിശേഷ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ അയാൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാനും ക്രിസ്തുവിന് അനുകാരിയാണ്, നിങ്ങൾ എനിക്ക് ആകുക എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നമുക്കെത്താം. കർത്താവിൻ്റെ കൃപ അത് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തി, അത് പ്രയോജനപ്പെടുത്തി സ്വർഗത്തിൽ നിത്യം വാഴുവാൻ. 7 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയില്ല. 1007 വർഷം കഴിഞ്ഞാലും ഇങ്ങോട്ട് വരികയില്ല. നമ്മൾ ഈ ഭൂമിയോട് ടാറ്റ പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നു. ഭൂമിയിലുള്ളവരെ ന്യായം വിധിക്കുന്നു. അതുപോലെ തന്നെ ദൂതന്മാരെ ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ സ്വർഗത്തിൽ ഇരിക്കുന്നു. ദൈവം സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്. ദൈവത്തെ ഒരിടത്തും കൂറ്റിയായിട്ട് ചിരുത്താൻ നോക്കരുതേ. സർവ്വവ്യാപിയാണ്. മനുഷ്യൻ സർവ്വവ്യാപി ആണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. നിത്യശോഭയോടുകൂടി കർത്താവ് ദൈവരാജ്യത്തിൽ പുത്തനാം യെരൂശലേമിൽ വസിക്കുന്നു, നമ്മോടൊത്തും വസിക്കുന്നു. കുഞ്ഞുപിള്ളാരെ പോലെ കർത്താവ് ഇവിടെയല്ലേ, അവിടെ ഉണ്ടാവുമോ? വിട്ടിത്തരമൊന്നും പറയരുത്. നമ്മൾ കർത്താവിനെ പഠിപ്പിക്കുന്നവരാകരുത്, പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നവരാകരുത്. നമ്മൾ പരിശുദ്ധാത്മാവും കർത്താവും നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കേണ്ടവൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും കൃപയിൽ മുന്നോട്ട് നല്ല പ്രതിഫലം വാങ്ങുവാൻ, അവകാശം വാങ്ങുവാൻ, അധികാരം വാങ്ങുവാൻ, വാഴുവാൻ
ഒത്തിരി കാര്യങ്ങൾ കൂടെ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. കർത്താവ് നമ്മളെ ഭരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി കൂടുതൽ നമ്മളെ ഉപയോഗിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.